മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ തമിഴ് സിനിമാ ലോകത്തും തരംഗമായിരിക്കുകയാണ്. കമൽഹാസൻ നായകനായ ഗുണ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നടന്ന സംഭവത്തെ ആസ്പദമാക്കിയാണ് മഞ്ഞുമൽ ബോയ്സ് നിർമ്മിച്ചത്. ഇതിനു പിന്നാലെ ഗുണ സിനിമയും കമൽഹാസനെയും ചിത്രത്തിലെ നായികയെ കുറിച്ചുമൊക്കെ പുതിയ കഥകൾ പുറത്തുവന്നു. ഇപ്പോഴിതാ ഗുണ സംവിധാനം ചെയ്ത സന്താന ഭാരതി പുതുതായി നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ഗുണ എന്ന സിനിമ എങ്ങനെയാണ് നിർമ്മിച്ചതെന്നും അതിൽ അഭിനയിച്ച നടി റോഷ്നിക്ക് എന്ത് സംഭവിച്ചുവെന്നും വിശദീകരിച്ചിരിക്കുകയാണ്. ഈ വർഷം പുറത്തിറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 22 റിലീസ് ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ 100 കോടി വരെ പിന്നിട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. തമിഴ്നാട്ടിലെ കൊടൈക്കനാലിലുള്ള ഗുണ കേവിൽ വെച്ചായിരുന്നു സിനിമയുടെ ചിത്രീകരണം. കമൽഹാസന്റെ ഗുണ സിനിമ ഇവിടെ നിന്ന് ചിത്രീകരിച്ചതിന് ശേഷമാണ് ഗുഹയ്ക്ക് ഈ പേര് കിട്ടുന്നത്. അതേസമയം കമൽഹാസൻ നായകനായപ്പോൾ ചിത്രത്തിൽ പുതുമുഖമാണ് നായികയായി അഭിനയിച്ചത്. പല മുൻനിര നടിമാരും തമിഴ് സിനിമയിൽ സജീവമായിരുന്ന കാലത്ത് പെട്ടെന്ന് ഗുണയ്ക്ക് വേണ്ടി പുതിയ നടിയെ കൊണ്ടുവന്നത് എന്തിനെന്ന ചോദ്യത്തിന് സംവിധായകൻ സന്താന ഭാരതി മറുപടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ. ചിത്രത്തിലെ രോഹിണി അഭിരാമി എന്ന നായികാവേഷമാണ് നടി റോഷ്നിക്ക് കൊടുത്തത്. ചിത്രത്തിൽ നടി രേഖയാണ് പ്രധാനപ്പെട്ടൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ നായികാവേഷം ഈ നടിക്ക് കൊടുക്കാത്തത് തന്നെയാണ്. കാരണം പുന്നഗൈ മന്നൻ എന്ന ചിത്രത്തിൽ കമൽഹാസനൊപ്പം നടി രേഖ ലിപ്ലോക്ക് സീനിൽ അഭിനയിച്ചിരുന്നു. അങ്ങനെയൊരു കെമിസ്ട്രി ഉള്ളതുകൊണ്ടാണ് രേഖയ്ക്ക് സപ്പോർട്ടിംഗ് റോൾ കൊടുത്തതെന്നും പുതിയൊരാളെ കൊണ്ടുവരാൻ തീരുമാനിച്ചതും. അങ്ങനെ രേഖ ഗുണയിലെ റോസി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ശേഷം അഭിരാമിയായി പുതിയൊരു നടിയെ കൊണ്ടുവന്നു. ഒടുവിൽ സിനിമ ഇറങ്ങിയപ്പോൾ കമൽഹാസനെ പോലെ റോഷ്നിക്കും വലിയ ജനപ്രീതി ലഭിച്ചു. എന്നാൽ ഗുണയ്ക്ക് ശേഷം വേറൊരു സിനിമയിലും അഭിനയിക്കാതെ റോഷ്നി സിനിമ വിട്ട് പോവുകയായിരുന്നു. വളരെ സമ്പന്നമായ കുടുംബത്തിൽ നിന്നുള്ള ആളാണ് നടി റോഷ്നി. മാത്രമല്ല റോഷ്നി സിനിമയിൽ അഭിനയിക്കുന്നത് കുടുംബത്തിന് അത്ര വലിയ കാര്യമൊന്നുമായിരുന്നില്ല. എന്നാൽ ഇങ്ങനൊരു സിനിമയിൽ അഭിനയിക്കാമോ എന്ന കമൽഹാസന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് റോഷ്നി ഗുണയിൽ അഭിനയിക്കാൻ എത്തുന്നത്. നിയന്ത്രണങ്ങൾക്ക് നടുവിലൂടെ നടക്കുന്ന സിനിമാ ചിത്രീകരണങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുകൊണ്ടാണ് വീണ്ടും അഭിനയിക്കാതെ റോഷ്നി അഭിനയം നിർത്തിയതെന്നാണ് സന്താന ഭാരതി വെളിപ്പെടുത്തുന്നത്. അതേസമയം വലിയ തരംഗമുണ്ടാക്കിയ സിനിമയാണെങ്കിലും ഗുണ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടിരുന്നു. അതിന് കാരണം രജനീകാന്തിന്റെ ദളപതി എന്ന സിനിമയാണെന്നും അഭ്യൂഹങ്ങളുണ്ട്. ദളപതി ഗുണയുടെ പരാജയത്തിന് കാരണമായെന്ന് സന്താന ഭാരതി മുൻപൊരു അഭിമുഖത്തിൽ തുറന്നു പറയുകയും ചെയ്തിരുന്നു.